നമസ്കാരം 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിൽ നൌഗാം പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനം. പൊട്ടിത്തെറി. ഫരീദാബാദിലെ ഭീകരരിൽ നിന്നും പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് പരിശോധിക്കുന്നതിനിടെ 9 പേർ മരിച്ചു, 29 പേർക്ക് പരിക്ക്, 5 പേരുടെ നില ഗുരുതരം. ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായ 3 ഡോക്ടർമാരെ വിശദമായി ചോദ്യം ചെയ്യാൻ NIA. ലക്ഷ്യമിട്ടത് വൻ സ്ഫോടന പരമ്പര. 32 വാഹനങ്ങൾ ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടു. 20 ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കി. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ NDA. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയെന്ന് JDU. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കും. സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടത്താനും ആലോചന. NDA നേടിയത് 202 സീറ്റുകൾ. 89 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം ഇന്ന്. പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ പത്മകുമാർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ സാധ്യത. സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. പോലീസ് കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട ED ഹൈക്കോടതിയിൽ. FIR, അനുബന്ധ മൊഴികൾ എന്നിവയുടെ പകർപ്പ് വേണമെന്ന ആവശ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി ഇന്ന് ചുമതലയേൽക്കും. പാലത്തായി പീഡനക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി K. പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി. ശിക്ഷ വിധിക്കുക തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി. കൊൽക്കത്ത ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വമ്പൻ സ്കോർ ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ. 1 വിക്കറ്റിന് 37 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. ദക്ഷിണാഫ്രിക്ക 159 റൺസിന് പുറത്ത്. ജസ്പ്രീത് ബുംറയ്ക്ക് 5 വിക്കറ്റ്. വാർത്തകളിലേക്ക് വിശദമായി. ജമ്മു കാശ്മീരിൽ വൻ സ്ഫോടനം. നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിച്ചു, 29 പേർക്ക് പരിക്കേറ്റു. ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് അപകടം. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഗുഡ് മോർണിംഗ്. വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. ഈ സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് അപകടമെന്ന് പറയുമ്പോൾ എപ്പോഴായിരുന്നു അപകടം? എന്താണ് സംഭവിച്ചത്? അശ്വതി, ഒരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഫരീദാബാദിൽ നിന്ന് ഈ ഡൽഹിയിലെ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ഇടയാക്കിയ വിഷയം നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിന്റെ പരിശോധനയിലായിരുന്നു. അവിടെ നിന്ന് കണ്ടെത്തിയ ഈ സ്ഫോടക വസ്തുക്കൾ ജമ്മു കാശ്മീർ പോലീസായിരുന്നു പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അവർ ജമ്മു കാശ്മീരിലേക്ക് ഈ വസ്തുക്കൾ മാറ്റുകയും ചെയ്തിരുന്നു. അത് പരിശോധിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം, പൊട്ടിത്തെറി, വലിയ ഭീകരമായിട്ടുള്ള പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്ത് നൌഗാം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ പൊട്ടിത്തെറി കഴിഞ്ഞ ദിവസം രാത്രി 11:30 കൂടി സംഭവിക്കുകയും ചെയ്യുന്നത്. അതിൽ അപകടത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. 20ഓളം പേർക്ക് ഈ ഒരു സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് കൃത്യമായി സംഭവിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10 മണിക്ക് DG മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവത്തിന് ഇടയാക്കിയത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ മറ്റ് ഒരു രീതിയിലുള്ള അറ്റാക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഈ മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഏതെങ്കിലും തരത്തിൽ ഒരു മറ്റുള്ളവർ അറിയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അറ്റാക്ക് ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തത എന്തായാലും വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ആക്സിഡന്റൽ ബ്ലാസ്റ്റായി മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ ഭീകരമായിട്ടുള്ള ശബ്ദത്തോടു കൂടി ഈ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം
3000 കിലോയിലധികം അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു ഈ ഫരീദാബാദിൽ നിന്ന് ഈ ഡോക്ടർമാരുടെ സംഘങ്ങളിൽ നിന്ന് വിവിധ വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്ത് ഇവയാണ് ഇവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. അവ പരിശോധിക്കുന്ന വേളയിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഒക്കെ വിദഗ്ധ ഉദ്യോഗസ്ഥരൊക്കെ ഈ ഒരു വേളയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്? ഒപ്പം തന്നെ രാത്രി 11 സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് എങ്ങനെയാണ് ഈ പരിശോധനയിലേക്കൊക്കെ കടന്നത്? അല്ലെങ്കിൽ ആ സമയത്ത് എന്തായിരുന്നു ഈ ഒരു നീക്കം നടത്താൻ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് ആയാൽ പോലും തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചെങ്കോട്ടയെ നടുക്കിയ തരത്തിൽ, രാജ്യത്തെ തന്നെ നടുക്കിയ തരത്തിൽ ഒരു സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത രീതിയിൽ ഉള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്താണ്. അത്തരത്തിൽ ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനത്തിൽ 13ഓളം പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഇത്രത്തോളം ലാഘവത്തോടെയാണോ ഇങ്ങനെ ഒരു സംഭവത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരാം. എന്തായാലും വളരെ വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വ്യക്തമായ മറുപടി ലഭ്യമാകേണ്ടതായി. മിഥുൻ, ഈ സ്ഫോടന പരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ സ്ഫോടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം, ഒരു സംശയനിഴൽ തുടങ്ങിയത് ഈ നൗഗാമിൽ നിന്നാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതല്ലേ? അവിടെ തന്നെയാണ് ഈ പരിശോധനയ്ക്കിടെയുള്ള സ്ഫോടനവും ഉണ്ടായിരിക്കുന്നത്. ശരി, ജമ്മു കാശ്മീരിലാണ് ഈ വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നൗഗാം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് 9 പേർ മരിക്കാനിടയായ ഈ വലിയ സ്ഫോടനം, പൊട്ടിത്തെറി ഉണ്ടായത്. 29 പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. മിഥുൻ, ഈ എല്ലാത്തിൻ്റെയും തുടക്കം നൗഗാമിൽ നിന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള അന്വേഷണം തുടങ്ങുന്നതും നൗഗാമിൽ നിന്നായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. വളരെ വലിയ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ ജമ്മു കാശ്മീർ പോലീസ് ആരംഭിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം രീതിയിലാണ് ഫരീദാബാദിലേക്ക് എത്തുകയും ഒപ്പം തന്നെ ഈ രാജ്യത്തെ നടുക്കുന്ന തരത്തിൽ പ്ലാൻ ചെയ്തിരുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഏകദേശം ഒരു 32 ഇടത്തോളം സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരേ സമയം ബ്ലാസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അക്രമ പരമ്പര അല്ലെങ്കിൽ ഒരു സ്ഫോടന പരമ്പര തന്നെയായിരുന്നു ഈ ഒരു സംഘം ആസൂത്രണം ചെയ്തിരുന്നത്. അതിൻ്റെ ഗൂഢാലോചന കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നു വരികയും ചെയ്തതാണ്. അതായിരുന്നു ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുകയും ഒപ്പം തന്നെ വാഹനങ്ങളിൽ നിന്ന് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്ത് അത് ഒരു പരിധിവരെ, അതായത് ഈ സംഘം ലക്ഷ്യം വെച്ചത് തടയാൻ നമ്മുടെ സേനാ വിഭാഗങ്ങൾക്കും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ സാധിച്ചു എന്നുള്ളത് വളരെ പ്രശംസനീയമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് രക്ഷപ്പെട്ട ഉമർ നബി എന്ന ഭീകരൻ ഇതിൻ്റെ ഈ ഒരു സ്ഫോടന പരമ്പരയുടെ മുഖ്യ ആസൂത്രകൻ ഇയാളാണ് ഇത്തരത്തിൽ ഒരു ചാവേർ എന്ന രീതിയിൽ നമുക്കറിയാം. ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്തു നിന്ന് പല രീതിയിലുമുള്ള ആക്രമണം ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പുൽവാമയിലൊക്കെ ആയാൽ തന്നെ ഒരു ചാവേർ ആക്രമണം എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുന്ന തരത്തിലേക്കൊക്കെ പോയത് നമ്മൾ മുൻകാലങ്ങളിൽ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിലുള്ള ഒരു ആക്രമണം ഒരു 32 വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങിക്കുക, അതിൽ ഈ കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള അമോണിയം നൈട്രേറ്റ് പോലുള്ള മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആളുകൾ കൂടുതൽ വന്നു പോകുന്ന, തിങ്ങി നിറഞ്ഞ് പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഒരു ചാവേർ ആക്രമണം എന്ന രീതിയിൽ സ്ഫോടന പരമ്പര സൃഷ്ടിക്കാനായിരുന്നു ഈ സംഘത്തിൻ്റെ നീക്കമുണ്ടായിരുന്നത്. അത് എന്തായാലും തടയിടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരാളാണ് ഈ ഉമർ നബി, മുഖ്യ ആസൂത്രകൻ. അയാൾ ഇത്തരത്തിൽ ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം നടത്താൻ ശ്രമിക്കുന്നു. അതിൽ സിഗ്നൽ വീണതുമൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അവിടെ വെച്ച് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും 13ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ വസ്തുക്കൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. എവിടെ നിന്നാണ് ഇവ ലഭ്യമായത്? ഏതെങ്കിലും തരത്തിൽ മറ്റ് ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? കൂടുതൽ സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ജെയ്ഷെ മുഹമ്മദിൻ്റെ അടക്കം കാര്യങ്ങളിൽ വ്യക്തമായ പരിശോധന എൻഐയുടെ ഭാഗത്തു നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിൽ നിന്ന് സഹായം ലഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. മറ്റ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എൻഐയെ കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം തന്നെ അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ
ഈ പറയുന്ന സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർമാരൊക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തവരാണ്, ഒരേ സമയം ജോലി നോക്കിയവരാണ്. അവിടെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ ഇതിൽ, അല്ലെങ്കിൽ അൽഫലയ്ക്ക് ഫണ്ട് നൽകുന്നത് എവിടെ നിന്നാണ്, ഫണ്ട് വരുന്നത് എവിടെ നിന്നാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയായിരുന്നു. ഇവർക്ക് കാലാകാലങ്ങളായി എവിടെ നിന്നാണ് ഈ സഹായം ലഭിച്ചുകൊണ്ടിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന നിലയിലാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കിയ തരത്തിൽ രണ്ടാമത്തെ സ്ഫോടനം ഉണ്ടാകുന്നത്. അതും പോലീസ് സ്റ്റേഷനിൽ ഈ പരിശോധനയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. അതിൽ 9 പോലീസ് ഉദ്യോഗസ്ഥർ മരണപ്പെടുന്ന സ്ഥിതിവിശേഷം, കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്നു. 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി എന്താണ് കൃത്യമായി സംഭവിച്ചത്, എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണോ ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദീകരണം DGയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണിയോടുകൂടി വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി മിഥുൻ, മറ്റൊരു കാര്യം, ഈ ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായ 3 ഡോക്ടർമാരെ ഹരിയാന പോലീസ് NIAക്ക് കൈമാറിയതായി അറിയുന്നു. ഇവരെ ഡൽഹിയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട് NMC എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടെ ഗൂഢാലോചന കുറ്റത്തിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ അദീലിനെ കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായക വിവരം ലഭ്യമാകുന്നത്. അതായത് ഇങ്ങനെ ഒരു സ്ഫോടന പരമ്പരയ്ക്കായിരുന്നു ആസൂത്രണം ചെയ്തതെന്നുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുന്നു. ഒപ്പം തന്നെ അദീലിൻ്റെ സഹോദരനെ തേടി ഉള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇയാൾ മറ്റൊരു രാജ്യത്താണുള്ളത്. അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു റെഡ് കോർണർ നോട്ടീസ് അടക്കം അന്വേഷണ സംഘം ഇപ്പോൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ എവിടെയാണ് എന്ന് കണ്ടെത്തണം. ഒപ്പം തന്നെ അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കുന്നതും, ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആസൂത്രണം ചെയ്തതും ഈ അദീലിൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ്, മൂത്ത സഹോദരനാണ് എന്നുള്ളതാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിലൂടെയാണ് മറ്റ് ഡോക്ടർമാരിലേക്കും മറ്റ് സംഘങ്ങളിലേക്കുമൊക്കെ ഈ ഒരു അന്വേഷണം കൂടുതൽ തരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും ഈ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടറെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ മാസമാണ് വലിയ ഭീഷണി സ്വരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ വലിയ ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ വരികയും ചെയ്തു. അതായത് തങ്ങൾ വനിതാ ഭീകരരുടെ അല്ലെങ്കിൽ വനിതാ ചാവേറുകളെ ഇതിൻ്റെ ഭാഗമായി അണിനിർത്തും, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഇത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു വനിതാ ചാവേർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വനിതാ ഡോക്ടറെ ഈ ഒരു സംഘത്തിൻ്റെ കൂടെ പിടിയിലാകുന്നത്. അവരുടെ വാഹനത്തിൽ നിന്ന് ഏകദേശം 300 കിലോയോളം അമോണിയം നൈട്രേറ്റ് പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ, ഒപ്പം തന്നെ AK-47 തോക്ക്, മറ്റ് പിസ്റ്റൽ അടക്കമുള്ള മാരകായുധങ്ങളൊക്കെ ഈ വാഹനത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത് അവരെയും കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് സ്വാഭാവികമായും NIA കടക്കും. ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. ഇവരുടെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെ മേഖലയിൽ ആണ് ഇവർ ലക്ഷ്യം വെച്ചത്, അവിടെ ഏതെങ്കിലും തരത്തിൽ ഇനിയും, അതായത് വരും കാലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, ഗൂഢാലോചന നടന്നതിൽ ഇവർക്ക് മാത്രമാണോ പങ്ക്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്ന, അതായത് കൂടുതൽ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളാണ് ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടത് എന്നാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോകുന്നുണ്ട്. അനന്തനാഗ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളുകളെ പരിശോധിക്കുന്നുണ്ട്. അവിടെ റാഷിദ് എന്നും ഒപ്പം തന്നെ അമീർ എന്നും പറയുന്ന 2 പേരുണ്ടായിരുന്നു. അവർ ഇലക്ട്രീഷ്യനും ഒപ്പം തന്നെ പ്ലംബിംഗ് ജോലിയും നോക്കുന്നവരാണ്, സഹോദരങ്ങളാണ് അവരും ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവരെയും ചോദ്യം ചെയ്തു വരികയാണ്. അവർ അനന്തനാഗ് ആശുപത്രിയിൽ ഈ ഉമർ നബി വർക്ക് ചെയ്യുന്ന വേളയിൽ ആണ് പരിചയപ്പെട്ടതെന്നാണ് അറിയുന്നത്. അവർ എന്ത് സഹായമാണ് ചെയ്തു നൽകിയത്, ഒപ്പം തന്നെ ഇലക്ട്രീഷ്യനൊക്കെ ആകുമ്പോൾ തന്നെ ഈ അമോണിയം നൈട്രേറ്റ് മറ്റ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ അതിന് കൂട്ടാളികളായത്, അതിന് പങ്കാളികളായത് ഇവരാണ് എന്നാണ് സംശയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച, ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ഉപയോഗിച്ച ആ വാഹനം, I-20 വാഹനം, അത് ഈ ഇത്തരത്തിൽ പുൽവാമ സ്വദേശിയിൽ നിന്ന് സ്വന്തമാകുന്നത്. അതായത് താരിഖ് എന്ന ഏറ്റവും ഒടുവിലെ ഓണർ, ഈ I-20 കാറിൻ്റെ ഓണർ താരിഖ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. താരിഖിൽ നിന്ന് ഈ വാഹനം ഏറ്റുവാങ്ങുന്നത്, അതും ഹരിയാനയിൽ വെച്ച് ഏറ്റുവാങ്ങുന്ന ഈ ആമിർ എന്ന
ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ അവരിൽ നിന്നും ചോദിച്ചറിയുകയും ചെയ്ത് ഇതുപോലെ മറ്റേതെങ്കിലും വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ താരിഖും ഈ ഉമർ നബിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? കാരണം പ്രത്യേകിച്ച് രണ്ടുപേരും പുൽവാമ സ്വദേശികളാണ്. ഈ ഉമർ നബിയുടെ വീടിന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് താരിഖിന്റെ വീടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള വിവരങ്ങളാണ് നേരത്തെ അന്വേഷണ സംഘം പുറത്തുവിടുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ ഈ ഉമർ നബിയുടെ വീട് അത് പൂർണ്ണമായും സൈന്യം തകർക്കുകയും ചെയ്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിൽ കസ്റ്റഡിയിലായിട്ടുള്ള 6 പേരെയും അവരുടെ വീടുകളും ഒക്കെ അല്ലെങ്കിൽ അതിൽ ചുക്കാൻ പിടിച്ച പ്രധാനപ്പെട്ട ആസൂത്രകരുടെ ഒക്കെ വീട് ഇതേ രീതിയിൽ സൈന്യം തകർത്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിൽ തന്നെ ഈ ഉമർ നബിയുടെ വീട് പൂർണ്ണമായും സൈന്യം തകർക്കുകയും ചെയ്തു. സമീപത്തുള്ള വീടുകളുണ്ട്, അവയ്ക്കൊന്നും തന്നെ ഒരു കേടുപാടും പറ്റാത്ത രീതിയിൽ IED ബ്ലാസ്റ്റ് ആണ് അവിടെ സൈന്യം നടപ്പിലാക്കുകയും ചെയ്ത് അത്തരത്തിലുള്ള നടപടികളിലേക്ക്, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നപ്പോഴും ഒരു തരത്തിലും ഇവർക്ക് തക്കതായ ശിക്ഷ നൽകും, എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അത് ഒരു സന്ദേശമാകും എന്നുള്ള രീതിയിൽ, അതായത് വ്യക്തമായ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. ഇനി ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകാത്ത രീതിയിൽ വ്യക്തമായ സന്ദേശം നൽകുന്ന മറുപടിയായിരിക്കും നൽകാൻ പോകുന്നത് എന്ന രീതിയിലായിരുന്നു ഒരു പ്രതികരണം ഇത്തരത്തിൽ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നൗഗാമിൽ. അതും 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നു. 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തെ പ്രദേശങ്ങളുണ്ടായിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു. പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം 11 കൂടിയ രാത്രി 11 കൂടിയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായത്. അത് എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഈ ഒരു സ്ഫോടനത്തിലേക്ക് വഴിവെച്ചത്? അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ബീഹാറിലേക്ക് പോകുമ്പോൾ ബീഹാറിൽ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 18-ാം തീയതി നടന്നേക്കും. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായേക്കും. BJP-യിൽ നിന്ന് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. 243 അംഗ നിയമസഭയിൽ 202 അംഗങ്ങളാണ് NDAയ്ക്കുള്ളത്. മഹാസഖ്യത്തിന്റെ പ്രകടനം 35 സീറ്റിൽ ഒതുങ്ങി. അതേസമയം തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിരുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് NDAയുടെ തീരുമാനം ബീഹാറിൽ? അശ്വതി, ചരിത്ര വിജയങ്ങളിലൊന്നാണ് NDA ബീഹാറിൽ നേടിയിട്ടുള്ളത്. അവരുടെ തന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച രണ്ടാമത്തെ വിജയം എന്ന് പറയാം. 206 2010 നേടിയ സീറ്റുകൾ, അതിനോട് ചേർന്ന് നിൽക്കും ഇപ്പോഴത്തെ പ്രകടനം. 202 സീറ്റുകളിലാണ് NDAക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 81 സീറ്റുകൾ അധികം നേടിയാണ് തുടർ ഭരണം അവിടെ നിതീഷ് കുമാർ നേടിയിട്ടുള്ളത്. ഇന്ത്യ സഖ്യമാകട്ടെ 79 സീറ്റുകൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് കുറഞ്ഞു. 35 എന്ന നമ്പറിൽ അവർ ഒതുങ്ങി നിൽക്കുകയാണ്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച്, ആ മുന്നണിയെ നയിക്കുന്ന RJDയെ സംബന്ധിച്ച് സമീപകാലത്തെ ഏറ്റവും മോശം പ്രകടനത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. മറ്റുള്ളവർ എല്ലാ കാലത്തും ബീഹാറിൽ നിർണായകമാകാറുണ്ട്. കഴിഞ്ഞ തവണ 20% വോട്ടുകൾ മറ്റുള്ളവർ നേടിയതാണ്. ഇത്തവണ മറ്റുള്ളവർ നേടിയത് 6 സീറ്റുകളാണ്. 6 സീറ്റിൽ 5ഉം ഒവൈസിയുടെ AIMIM ആണ് നേടിയിട്ടുള്ളത്. ഇതാണ് ബീഹാറിലെ സാഹചര്യം. അതിൽ തന്നെ NDAയിലേക്ക് ഈ കണക്കുകൾ വരികയാണെങ്കിൽ BJP 89 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു. ബീഹാറിൽ നിയമസഭയിൽ ആദ്യമായാണ് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നത്. JDU 85 സീറ്റ് നേടിക്കൊണ്ട് BJPക്ക് തൊട്ടു പിന്നാലെയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പ്രകടനം നോക്കുമ്പോൾ വലിയൊരു തിരിച്ചുവരവ് JDU നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ LJP JDUവിനെതിരെ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തിയത് കൊണ്ടാണ് ഒരു വലിയ തിരിച്ചടി കഴിഞ്ഞ തവണ ഉണ്ടായത്. ഇത്തവണ അങ്ങനെ നോക്കുമ്പോൾ JDU 42 സീറ്റാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. LJP കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച് 1 സീറ്റിലാണ് ജയിച്ചത്. 6% വോട്ട് അന്ന് നേടി. ഇത്തവണ 29 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റ് നേടി. ആ മുന്നണി എത്ര സീറ്റ് നൽകിയോ അതിനോട് നീതീകരിക്കുന്ന ഒരു പ്രകടനം ചിരാഗ് പാസ്വാൻ നടത്തിയിരിക്കുന്നു. HIM ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയാണ്. അവർ 5 സീറ്റ് നേടിയിട്ടുണ്ട്. RLM 4 സീറ്റ്. ഇതാണ് NDAയുടെ കണക്കുകൾ. അതിൽ തന്നെ ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴാണ് തകർച്ചയുടെ വ്യാപ്തി വ്യക്തമാവുക. RJD 75 എന്ന നിലയിൽ നിന്നാണ് 25ലേക്ക് ചുരുങ്ങിയത്. അതായത് കഴിഞ്ഞ തവണ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പാർട്ടി, ആ പാർട്ടി 25 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. സമീപകാലത്തെ RJDയുടെ ഏറ്റവും മോശം പ്രകടനം. കോൺഗ്രസ് വീണ്ടും താഴേക്ക് പോകുന്നതാണ് ബീഹാറിൽ കണ്ടത്. കഴിഞ്ഞ തവണ 19 മോശം സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നത്. അതിപ്പോൾ 19 നിന്ന് 6 ചുരുങ്ങിയിരിക്കുന്നു. CPMLനെ സംബന്ധിച്ചും
തിരിച്ചടിയാണ്. കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാകുന്നത്, ഏതാണ്ട് 53% സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാകുന്ന പാർട്ടി 2 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. IIP പുതിയ പാർട്ടിയാണ്, മുന്നണിയുടെ ഭാഗമായത് ഇത്തവണയാണ്. അവർ 1 സീറ്റ് നേടിയത് അവരെ സംബന്ധിച്ച ആശ്വാസമാണ്. CPM 2-ൽ നിന്ന് 1-ലേക്ക് ഒതുങ്ങിയപ്പോൾ VIP ഒറ്റ സീറ്റും വിജയിക്കാൻ സാധിച്ചാൽ CPIക്കും സീറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ വലിയ ആത്മവിശ്വാസം NDAക്ക് അത് നൽകുന്നുണ്ട്. അത് ബീഹാറിൽ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലും BJPക്ക് വലിയ ആത്മവിശ്വാസമാണ് അത് നൽകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ക്ഷീണം BJPക്കുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്രയാകട്ടെ ഹരിയാനയാകട്ടെ BJP വിജയിക്കുന്നതാണ്, NDA വിജയിക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ബീഹാറിൽ കൂടി വലിയൊരു നേട്ടമുണ്ടാക്കാൻ NDAക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രകമ്പനം സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിലും പ്രതികരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മറിച്ചായിരുന്നെങ്കിൽ തന്നെ നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. കാരണം അവിടെ കൂട്ടുകക്ഷി സർക്കാരാണ് ഭരിക്കുന്നത്. ഇന്നലെ ഏതായാലും നരേന്ദ്രമോദി കടുത്ത വിമർശനം കോൺഗ്രസിനെതിരെയൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഒപ്പം നിതീഷ് കുമാർ തന്നെയായിരിക്കും, അദ്ദേഹത്തിന്റെ വികസനത്തിന് വോട്ട് വീണു എന്ന സൂചനയൊക്കെ നൽകിക്കൊണ്ട് നിതീഷ് കുമാർ തന്നെയായിരിക്കും നയിക്കുക എന്ന സൂചന നൽകിയിട്ടുണ്ട്. കാരണം ഏറ്റവും ഒടുവിലാണ് BJP നിതീഷിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആണ്, നിതീഷ് തന്നെയാണ് നയിക്കുക എന്ന പ്രഖ്യാപനത്തിലേക്കൊക്കെ തന്നെ എത്തിയത്. ഏതായാലും നിതീഷ് കുമാറിനെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 18-ാം തീയതിയായിരിക്കും NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. അങ്ങനെയെങ്കിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ തന്നെയാണ് സാധ്യത. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ സ്വാഭാവികമായും ഉപമുഖ്യമന്ത്രി സ്ഥാനം BJPക്കാണ്. നിലവിൽ 2 ഉപമുഖ്യമന്ത്രിമാരും വലിയ മാർജിനിൽ അവിടെ വിജയിച്ചിട്ടുണ്ട്. താരാപൂരിൽ നിന്ന് സാമ്രാജ് ചൗധരി വിജയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ലക്കിസരായിൽ നിന്ന് VK സിൻഹയും വിജയിച്ചിട്ടുണ്ട്, വിജയ് കുമാർ സിൻഹയും വിജയിച്ചിട്ടുണ്ട്. ഇനി അവർ തന്നെയായിരിക്കുമോ ഉപമുഖ്യമന്ത്രിമാർ, അതോ മറ്റു പേരുകളിലേക്ക് BJP കടക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ബാക്കിയാണ്. അത്തരം ചർച്ചകളിലേക്ക് BJPയും JDU നേതൃത്വവും NDAയിലെ മറ്റു കക്ഷികളും കടക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്നും നാളെയും ഒക്കെയായി തന്നെ അത്തരം ചർച്ചകളിലേക്ക് കടക്കും. മറുവശത്ത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവർക്ക് വലിയ ക്ഷീണം, വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് അത്ഭുതപ്പെടുത്തുന്നു. പക്ഷേ ആദ്യം മുതലേ ഒരു നീതീകരിക്കാത്ത നടപടി അല്ലെങ്കിൽ നീതിയുക്തമായ നടപടി കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത്തരം വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ നേതൃത്വവും സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഒരു പ്രതീക്ഷിക്കാത്ത തോൽവിയാണെങ്കിൽ പോലും ഇതൊരു വലിയ തോൽവിയായി മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഇനിയുള്ള പ്രതികരണം എന്ന്, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിലെ ചില നേതാക്കളൊക്കെ തന്നെ പരസ്യമായി പ്രതികരിച്ചു കഴിഞ്ഞു. മമതാ ബാനർജിക്കാണ് BJPയെ നേരിടാനുള്ള ശക്തിയെന്ന്. ബംഗാളിൽ അത് പലതവണ മമത കാണിച്ചു തന്നിട്ടുള്ളതാണെന്നൊക്കെ തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്തായിരിക്കും ഇനി ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളുടെ പ്രതികരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരും മണിക്കൂറിൽ വരാനിരിക്കുന്നത്. രാകേഷ്, നമ്മൾ ഇന്നലെ ഒക്കെ ചർച്ച ചെയ്ത കാര്യമാണ്, എന്താണ് അവിടെ ഇത്രയ്ക്ക് NDAക്ക് ഇത്രയും പിൻബലം നൽകിയത്, എന്തൊക്കെ ഘടകങ്ങളാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത് എന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ഘടകങ്ങൾ അവിടെ ബാധിച്ചു എന്നുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെ നോക്കുമ്പോൾ ഏതൊക്കെയാണ് പ്രധാന ഫാക്ടേഴ്സായി നിൽക്കുന്നത്? ആശ്വതി, സഖ്യ രൂപീകരണം മുതൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ വരെ അങ്ങനെ ചുരുക്കി പറയാം. പ്രത്യേകിച്ച് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നത് വളരെ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട് NDA നേതൃത്വം, അതിൽ തന്നെ BJP. കാരണം സഖ്യങ്ങൾ, അതിൽ ചെറു കക്ഷികളെയൊക്കെ തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു പ്രകടനം BJP NDA നേതൃത്വം നടത്തിയിരുന്നു. കഴിഞ്ഞ തവണ ചിരാഗ് പുറത്തു നിന്നുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടാക്കിയെന്ന് മുന്നണി നേതൃത്വത്തിന് നല്ലപോലെ അറിയാം. അപ്പോൾ ചിരാഗ് ഇത്തവണ ഭാഗമായി. ഒപ്പം തന്നെ വിവിധ സമുദായങ്ങൾ അല്ലെങ്കിൽ ജാതികളെയൊക്കെ തന്നെ പ്രതികരിക്കുന്ന ചെറു പാർട്ടികളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ RLM ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയാണ്. കുശ്വാഹ വിഭാഗം ബീഹാറിന്റെ ജനസംഖ്യയുടെ 5 മുതൽ 6% വരെ വരും. ജിതൻ റാം മാഞ്ചിക്ക് സ്വന്തമായി വോട്ട് ബാങ്ക് ഉണ്ട്, പ്രത്യേകിച്ച് ഗയ അടക്കമുള്ള ജില്ലകളിൽ. അപ്പോൾ അവർക്ക് കൃത്യമായ സീറ്റുകൾ നൽകി. പസ്വാൻ വിഭാഗം ഏതാണ്ട് 6% വരും. ചിരാഗ് പാസ്വാന് 29 സീറ്റ് നൽകി. അത് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. JDUവിനെ ഒന്ന് നിലയ്ക്ക് നിർത്തുക എന്ന ലക്ഷ്യമൊക്കെ തന്നെ ചിരാഗ് പാസ്വാനെ കൂടുതൽ സീറ്റ് നൽകിയതിന് പിന്നിലുണ്ടായിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള പ്രകടനം ചിരാഗിന്റെ ഭാഗത്തുണ്ടായി. ഇനി പ്രചാരണ രീതിയിലേക്ക് വരികയാണെങ്കിൽ അത് ക്ഷേമ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളടക്കം പല കാലങ്ങളിലായി നിതീഷിന് വോട്ട് ചെയ്യുന്നവരാണ്. ആ വോട്ട് ബാങ്കിനെ ഒപ്പം നിർത്തുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി മുറുക്കെ പിടിക്കുന്ന ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതാണ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന. 10,000 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തുന്ന പദ്ധതി. ആ പദ്ധതിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. കാരണം ബീഹാറിൻ്റെ ഏതാണ്ട് 90% ഗ്രാമീണ മേഖലയാണ്, അതിസാധാരണക്കാർ ജീവിക്കുന്ന സംസ്ഥാനം, നാട്. സ്വാഭാവികമായും അവിടെ അത്തരം ആളുകൾക്ക്, സ്ത്രീകൾക്ക് ഈ 10,000 രൂപ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പല ഉപജീവന മാർഗം കണ്ടെത്താനുള്ള വഴി വെട്ടുകയായിരുന്നു. അത്
തയ്യൽ മെഷീൻ വാങ്ങിയവരുണ്ട്, പശുവിനെയും ആടിനെയും ഒക്കെ വാങ്ങിയവരുണ്ട്, ചെറിയ ഫുഡ് സ്റ്റാളുകൾ തുടങ്ങിയവരുണ്ട്. അങ്ങനെ അവർക്കൊരു പുതിയ വരുമാന മാർഗം അത് തുറന്നു കൊടുത്തു. സ്വാഭാവികമായും അത്തരം വോട്ടുകൾ, സ്ത്രീ വോട്ടുകൾ NDAയിലേക്ക് ആകർഷിച്ചു ഈ പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ മധ്യപ്രദേശിലും ഒപ്പം മഹാരാഷ്ട്രയിലുമൊക്കെ ഇതുപോലുള്ള പദ്ധതികൾ NDAക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ബീഹാറിലും കണ്ടു. കൂടാതെ പ്രചാരണ രീതി, പ്രത്യേകിച്ച് ലാലുവിൻ്റെ കാലത്തെ എങ്ങനെയായിരുന്നു ബീഹാർ, നിതീഷിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു ബീഹാർ, അത് ഓർമ്മിപ്പിച്ചുകൊണ്ടൊരു പ്രചാരണം, ജംഗിൾ രാജ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു പ്രചാരണം, അങ്ങനെ ഒരു കൃത്യമായ ക്യാമ്പയിൻ അത് നടപ്പാക്കിയെടുക്കാൻ, ഫലപ്രദമായി നടപ്പാക്കാൻ NDAക്ക് കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ ആദ്യം പ്രചാരണം തുടങ്ങി, വോട്ടവകാശ യാത്രയൊക്കെ നടത്തിയെങ്കിൽ പോലും സീറ്റ് നിർണയത്തിൽ തട്ടി അത് മുന്നണിയിൽ തമ്മിൽ തർക്കമാകുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ ഗാന്ധി ആകട്ടെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. അത് അത്തരം പ്രതീക്ഷ തേജസ്വിക്ക് ഉണ്ടായിരുന്നെന്ന കാര്യത്തിൽ സംശയമില്ല. ഒടുവിൽ അശോക് ഗെഹ്ലോട്ട് എത്തിയാണ് അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ മുന്നണിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതും ഇത്തരം വലിയ പരാജയത്തിലേക്ക് പോകാൻ ഇന്ത്യ സഖ്യത്തിന് ഇടയാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായി ഒരു ആത്മപരിശോധന ഇന്ത്യ സഖ്യം നടത്തണമെന്ന പ്രതികരണം ഇപ്പോൾ പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആത്മപരിശോധന നേതാക്കൾ നടത്തണം എന്ന പ്രതികരണം സ്റ്റാലിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. ശരിയ രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പാർട്ടി പിളരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് അജണ്ടകളാണ് പാർട്ടിക്കുള്ളിൽ നടപ്പാക്കുന്നത്. ഇതിൽ അസ്വസ്ഥരായ ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ വളർന്നു വരുന്നുണ്ടെന്ന് മോദി പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. आज कांग्रेस मुस्लिम लीगी माओवादी कांग्रेस यानी MMC बन गई है और कांग्रेस का पूरा एजेंडा अब इसी पर चलता है और इसलिए अब कांग्रेस के भीतर भी एक अलग धड़ा पैदा हो रहा है जो इस नेगेटिव पॉलिटिक्स से असहज है। जो कांग्रेस के नामदार हैं, ये जिस रास्ते पर कांग्रेस को लेकर चल रहे हैं, इसके प्रति घोर निराशा, घोर नाराजगी अंदर ही अंदर पनप रही है और मुझे तो आशंका है, हो सकता है कि आगे कांग्रेस का एक और बड़ा विभाजन हो। कांग्रेस के जो सहयोगी दल हैं वो भी समझने लगे हैं कि कांग्रेस अपनी नेगेटिव पॉलिटिक्स में सबको एक साथ डुबो रही है। और आपको याद होगा, इसीलिए ही तो मैंने बिहार चुनाव के दौरान भी कहा था कि कांग्रेस के नामदार तालाब में डुबकी लगाकर बिहार चुनाव में खुद डूबने और दूसरों को डुबोने की प्रैक्टिस कर रहे हैं। मैंने पहले भी इसी मंच से कांग्रेस के सहयोगियों को चेताया था। मैंने कहा था कि कांग्रेस एक लायबिलिटी है, कांग्रेस एक ऐसी परजीवी है जो अपने सहयोगियों के वोट बैंक को निगलकर अपनी वापसी करना चाहती है। इसलिए कांग्रेस से सावधान रहने की जरूरत उसके सहयोगियों को भी है। അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള ശശി തരൂരിന്റെ പ്രതികരണവും ഇന്നലത്തേത് വളരെ ശ്രദ്ധേയമാണ്. ബീഹാറിലെ കനത്ത പരാജയത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പരിശോധിക്കണം. തന്നെ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ല. പ്രചരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ കാരണങ്ങൾ വിശദീകരിക്കണമെന്നും തരൂർ പറഞ്ഞു. I'm sure that the party has a responsibility to study in detail the causes. But remember, we were not the senior partner in the alliance, and that RJD also has to look carefully at its own performance. But I will say that on a matter like this, it's very important that we look at the totality of our performance. You know, elections are about a number of factors.
There is, of course, the popular mood. There is the question of organizational strengths and weaknesses. There is the question of the messaging. A lot of issues which will have to be looked at and to see what went right, what went wrong. മറ്റു വാർത്തകളിലേക്ക്. എറണാകുളത്ത് 12 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിൽ. എളമക്കര പോലീസാണ് പ്രതികളെ പിടികൂടിയത്. അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് ആൺസുഹൃത്തിന്റെ പ്രകോപനത്തിന് കാരണം. കുട്ടിയുടെ തല ചുവരിലിടിപ്പിച്ചു. ശരീരത്തിൽ നിറയെ മുറിപ്പാടുകളുമുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. നവമി, എന്താണ് സംഭവിച്ചത്? അശ്വതി, 12-ാം തീയതിയായിരുന്നു ഈ സംഭവം നടന്നത്. എളംകുളത്ത് ഒരു ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്നു ഈ അമ്മയും മകനും. അമ്മയുടെ ആൺ സുഹൃത്ത് കുറച്ചു നാളുകളായി ഇവർക്കൊപ്പം താമസിച്ചിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്ന ദിവസം കുട്ടി അമ്മയോടൊപ്പം കിടന്നത് ഈ ആൺ സുഹൃത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ വന്ന് കുട്ടിയോട് മാറിക്കിടക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ തൻ്റെ അമ്മയുടെ അടുത്ത് ഇനി കിടക്കരുതെന്ന് കുട്ടി ഇയാളോട് നിർദ്ദേശിച്ചു. ഇത് ഇഷ്ടപ്പെടാതെയാണ് കുട്ടിയെ കട്ടിലിൽ നിന്നും വലിച്ചെടുത്ത ശേഷം ഗുരുതരമായി മർദ്ദിക്കുകയും ഭിത്തിയിൽ ചേർത്ത് വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ തടുക്കാൻ പോയില്ല എന്നാണ് കുട്ടി പിന്നീട് പോലീസിന് മൊഴി നൽകിയത്. തന്നെ മർദ്ദിക്കുന്നത് കണ്ടിട്ടും അമ്മ ഇതിൽ ഇടപെട്ടില്ല. കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോഴും അമ്മയും തന്നെ മുതുകത്ത് മാന്തുകയും ചെയ്തു. അതിൻ്റെ മാന്തിയതിൻ്റെ, അതായത് നഖം കൊണ്ട് കുട്ടിയെ മാന്തിയതിൻ്റെ പാടുകളും കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ഇതിൽ കേസിൽ 1-ാം പ്രതി അമ്മയാണ്. കാരണം കുട്ടിക്ക് സംരക്ഷണം കൊടുക്കേണ്ട അമ്മയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ക്രൂരപീഡനം കുട്ടിക്ക് ഏറ്റു എന്നുള്ളത് കൊണ്ട് 1-ാം പ്രതി അമ്മയാണ്. 2-ാം പ്രതി അമ്മയുടെ ആൺ സുഹൃത്തുമാണ്. എന്നാലും പിന്നീട് കുട്ടിയുടെ അമ്മയും അച്ഛനും വർഷങ്ങളായി വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണ്. കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരി കുട്ടിയെ കാണുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് തനിക്ക് മർദ്ദനമേറ്റ വിവരം കുട്ടി അച്ഛൻ്റെ സഹോദരിയോട് പറയുന്നത്. ഉടനെ തന്നെ അച്ഛൻ്റെ സഹോദരി അച്ഛനെ വിവരം അറിയിക്കുകയും അച്ഛൻ സ്കൂളിലെത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ആശുപത്രിയിൽ നിന്ന് തന്നെ ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എളംകുളം പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് സ്ഥലത്തെത്തി കുട്ടിയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷമാണ് ഇരുവരെയും പ്രതിയാക്കിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അശ്വതി. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ BJP നേതാവ് പത്മരാജനെതിരായ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. ഇയാളെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തലശ്ശേരി പോക്സോ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. 4-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് വിധി. പത്മരാജനെതിരെ ബലാത്സംഗ കുറ്റം തെളിഞ്ഞുവെന്ന് കോടതി കണ്ടെത്തി. 2020 ജനുവരിയിലാണ് 4-ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനി അധ്യാപകൻ പത്മരാജൻ പീഡിപ്പിച്ചത്. BJP തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പത്മരാജൻ. എന്തായാലും ഇയാൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ പരമാവധി ശിക്ഷ അതുതന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തലശ്ശേരി പോക്സോ പ്രത്യേക കോടതിയാണ് ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിൽ ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പോകുന്നു. എപ്പോഴായിരിക്കും വിധി പ്രഖ്യാപിക്കുക? എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഏറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസിലാണ് ഇന്ന് തലശ്ശേരി അതിവേഗ കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ ഈ കേസിൽ വിധി പ്രസ്താവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 11:30യോട് കൂടി തന്നെ ഈ കേസിൽ വിധി വരും. നമുക്കറിയാം, ഏറെ വിവാദമായ ഒരു കേസാണ്. 4-ാം ക്ലാസ്സുകാരിയെ ഇത്തരത്തിൽ സ്കൂളിലെ ശുചിമുറിയിൽ കൊണ്ടുപോയി 3 തവണ പീഡിപ്പിച്ചു, അതും അധ്യാപകൻ തന്നെ പീഡിപ്പിച്ചു എന്ന കേസ്. BJP പ്രാദേശിക നേതാവായ പത്മരാജൻ ആണ് ഈ കേസിലെ പ്രതി. 2020 ജനുവരിയിലും അതുപോലെ തന്നെ ഫെബ്രുവരി 2 മാസത്തിന് ഇടയിൽ ഇത്തരത്തിൽ 3 തവണ പീഡിപ്പിച്ചു എന്നാണ് ഈ കേസ്. വലിയ കോളിളക്കമുണ്ടാക്കി. ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ 4 തവണ ഇത് അന്വേഷണ സംഘം മാറുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ 5 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി വരുന്നത് എന്നതും വളരെ പ്രാധാന്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. എന്തായാലും ആദ്യം തന്നെ ഈ കേസ് പരിഗണിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ നേരത്തെ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നതിൽ ഏറ്റവും പ്രധാനം ഇതിൽ തളിപ്പറ
തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്ന രത്നകുമാർ ആയിരുന്നു ഇതിൽ ഏറ്റവും അവസാനമായി കേസ് അന്വേഷിച്ചിരുന്നത്. അതിൽ പ്രതിഭാഗം വലിയ ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. ഇയാൾ ഈ ACPക്കെതിരെ ഇയാൾ പിന്നീട് കണ്ണൂർ ACP ആയിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം തളിപ്പറമ്പിൽ ശ്രീകണ്ഠാപുരത്ത് LDF സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിൽ ഇപ്പോഴും ഇതിനെതിരെ ഈ അന്വേഷണ സംഘത്തിനെതിരെ വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കേസിലാണ് വളരെ പ്രധാനപ്പെട്ട വിധി വരുന്നത്. ഈ കേസിൽ 49 സാക്ഷികളെ ഹാജരാക്കിയിരുന്നു. ഏറ്റവും പ്രധാനം ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ശുചിമുറിയിൽ നിന്നും രക്തക്കറ കണ്ടെത്താനായി 2023 മെയ് മാസത്തിലാണ് ഏറ്റവും ഒടുവിലായുള്ള 4ാമത്തെ സംഘം അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി. ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. എന്തായാലും 11:30 ഈ കേസിൽ വിധി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. ശരി, KV ബൈജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിച്ചു. FIR, അനുബന്ധ മൊഴികൾ എന്നിവയുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന S. ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഈ വിഷയത്തിൽ EDയുടെ അന്വേഷണം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? എവിടെ നിന്നായിരിക്കും അവർ അന്വേഷണം ആരംഭിക്കുക? അശ്വതി, ED പറയുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ ഇതിലെ കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണവും ഇതിൽ ആവശ്യമാണെന്നുള്ളൊരു കാര്യമാണ് ED വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ റാന്നി കോടതിയിൽ ED അപേക്ഷ നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട FIRഉം അതിന്റെ വിശദാംശങ്ങൾ, പ്രതികളുടെ മൊഴി, സാക്ഷികളുടെ മൊഴി, ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് റാന്നി കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കോടതി ഈ ഹർജി തള്ളുന്ന സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിക്കുവാനായി ED തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൊരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ED ഉറച്ചു നിൽക്കുന്നത്. അതിനായി ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് നൽകണമെന്നാണ് ഹൈക്കോടതിയിലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം EDയുടെ ഒരു അന്വേഷണം ഈ രീതിയിൽ നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതെന്നാണ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ, ഹർജിയിൽ വ്യക്തമാക്കുന്നത്. എന്നാലും തിങ്കളാഴ്ചയായിരിക്കും ഹർജി പരിഗണിക്കുക. ഹൈക്കോടതി എന്ത് നിലപാടായിരിക്കും ഇതിൽ സ്വീകരിക്കുക എന്നതുള്ളതാണ് നിർണായകം. അശ്വതി, മറ്റൊന്ന്, ഈ ജയശ്രീയുടെ കാര്യത്തിലാണ് അറസ്റ്റ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ചൊവ്വാഴ്ച വരെ അറസ്റ്റിന് വിലക്കുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള സാഹചര്യം, അതിന്റെ സാധ്യതയൊക്കെ എത്രത്തോളമാണ്? അശ്വതി, ചൊവ്വാഴ്ചയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് ഇന്നലെ വന്നിരിക്കുന്നത്. ഇതിൽ ദേവസ്വം ബോർഡ് തീരുമാനം നടപ്പാക്കുക മാത്രമാണ് സെക്രട്ടറിയുടെ ചുമതല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള R. ലക്ഷ്മി നാരായണൻ മുഖേന മുൻകൂർ ജാമ്യാപേക്ഷ ജയശ്രീ കോടതിയിൽ സമർപ്പിച്ചത്. എന്തായാലും ചൊവ്വാഴ്ച വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. മുൻ ദേവസ്വം സെക്രട്ടറിയാണ് ജയശ്രീ. ചൊവ്വാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ജയശ്രീയെ സംബന്ധിച്ചും അതിനിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരിക്കും. നമുക്കറിയാം, ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഈ സ്വർണം കടത്താൻ ആരൊക്കെയാണ് ഇതിന് കൂട്ടുനിന്നത്, ഇവർക്കെതിരെ കടുത്ത നടപടി വേണം, അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ളൊരു ഉത്തരവ് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതുകൊണ്ട് എന്തായാലും ചൊവ്വാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ അത് ജയശ്രീക്ക് അത്രയും നിർണായകം തന്നെയാണ്. ശരി നവമി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് പത്മകുമാർ തേടിയ സമയം അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസം നിർണായകമാണ്. വിവാദം തുടരുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതിയും ഇന്ന് ചുമതലയേൽക്കുന്നുണ്ട്. പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ, അംഗമായി മുൻ മന്ത്രി K. രാജു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്യും. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഗുഡ് മോർണിംഗ്. വാസുവിലൂടെ പത്മകുമാറിലേക്ക് എത്തിയിരിക്കുന്നു. അന്വേഷണം വളരെ നിർണായക ഘട്ടത്തിലല്ലേ? കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കലിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അടുത്ത ബന്ധുവിന്റെ മരണം ഉണ്ടായതിനാൽ
ചോദ്യം ചെയ്യലിന് സാവകാശം തേടുകയായിരുന്നു പത്മകുമാർ. അങ്ങനെ 2 ദിവസത്തെ സാവകാശമാണ് ആദ്യം പത്മകുമാർ തേടിയത്. പക്ഷേ പിന്നീട് ഇതുവരെ ചോദ്യം ചെയ്യാൻ ഇതുവരെ ഹാജരായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് SIT ഉള്ളത്. അടിയന്തരമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും നോട്ടീസ് നൽകുക. ആ നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ചോദ്യം ചെയ്യലിന് പത്മകുമാർ നേരിട്ട് ഹാജരായില്ല എങ്കിൽ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുമ്പ് പത്മകുമാറിനെ ചോദ്യം ചെയ്ത് വിശദമായ വിവരങ്ങൾ തേടിയതിന്റെ പരാമർശങ്ങളടക്കം ഉൾക്കൊണ്ടിച്ചുകൊണ്ടായിരിക്കണം ഈ മുദ്രവച്ച കവറിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എൻ വാസു ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായുള്ള ചില തെളിവ് ശേഖരണം അടക്കം SIT നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായതിനു ശേഷമാകും എൻ വാസുവിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ പത്തനംതിട്ട കോടതിയിൽ സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ. വാസുവിനെ മറ്റു ഉള്ളവർക്കൊപ്പം വരുത്തി വിശദമായ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് SITയുടെ തുടർ നീക്കങ്ങൾ എത്തുന്നുവെന്ന് വേണം പറയാൻ. ഡാൻ, അതുപോലെ തന്നെ ഇന്ന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുകയാണല്ലോ. ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്കാണ് അവർ കടക്കുന്നത്. മണ്ഡലകാലം അടക്കമുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. എപ്പോഴായിരിക്കും അവർ ചുമതലയേൽക്കുക? അതിന്റെ വിശദാംശം. രാവിലെ 11:30 ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ചായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ, അതോടൊപ്പം മുൻ മന്ത്രി കൂടിയായ രാജു എന്നിവർ ആയിരിക്കും ബോർഡിന്റെ പുതിയ അധ്യക്ഷനും അംഗവുമായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പൂർത്തിയായിട്ടുണ്ട്. സാധാരണയായി എങ്ങനെയാണോ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും. മറ്റ് നടപടിക്രമങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാകില്ല. എന്തായാലും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. അവർ ഉൾപ്പെടെ അവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല PS പ്രശാന്ത് ഉൾപ്പെടെ ആരോപണ മുറിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനമൊഴിയുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. എന്തായാലും നിർണായകമായ ഒരു സമയത്ത് മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ ശേഷിക്കെ ആണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷനായി കെ ജയകുമാർ എന്ന സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥരായിരുന്ന കെ ജയകുമാർ എത്തുന്നത്. ദേവസ്വം ബോർഡിന് ഒരു പുതിയ ചുവടുവയ്പ്പാണ്. അതോടൊപ്പം സർക്കാരിന് ഇപ്പോൾ കേട്ട പഴികളിൽ നിന്ന് തെല്ലൊരാശ്വാസം നൽകുന്ന നടപടിയായിട്ട് തന്നെയാണ് ജയകുമാറിന്റെ ഈ ഇന്നത്തെ സത്യപ്രതിജ്ഞയെ വ്യാഖ്യാനിക്കുന്നത്. ശരിടാ. ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവെന്ന് സംവിധായകൻ റഫീഖ് വീര ന്യൂസ് 18നോട്. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം അടക്കം ഒഴിവാക്കാമെന്ന് തങ്ങൾ കോടതിയെ അറിയിച്ചിട്ടില്ല. ഇത് അഭിഭാഷകന് സംഭവിച്ച പിഴവാണെന്നും സംവിധായകൻ പറഞ്ഞു. കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നപ്പോൾ ധ്വജപ്രണാമം, ആഭ്യന്തര ശത്രുക്കൾ, ഗണപതി വട്ടം, സംഘം കാവലുണ്ട് എന്നീ സംഭാഷണങ്ങൾ സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നുണ്ടായിരുന്നുവെന്നും സംവിധായകൻ പറഞ്ഞു. ഒരുപാട് നീണ്ട കാലത്തെ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ തങ്ങൾക്ക് അനുകൂലമായൊരു വിധി കോടതിയിൽ നിന്നും നേടിയെടുത്തത്. പക്ഷെ അപ്പോഴും ചിത്രത്തിലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാനും ചിലത് മ്യൂട്ട് ചെയ്യാനും കോടതി ഉത്തരവിടുകയും ചെയ്തു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് 18നോട് പറയുന്നതിനു വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ റഫീഖ് വീരൻ. ഇന്നലെ കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. പക്ഷെ അതിലും ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിലൊക്കെ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കാനാണ് ആവശ്യപ്പെട്ടത്? കോടതി ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് കോടതി ശരിക്കും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ വന്നിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി കലാകാരന്റെ ഒരു മൂല്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു വിധിയാണ് ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒരിക്കലും കോടതി ഇന്ന സീൻ ഉപയോഗിക്കരുത്, ബീഫ് ബിരിയാണി കഴിക്കുന്നത് ഉപയോഗിക്കരുത് ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. കോടതി സിനിമയെ കുറിച്ച് പറഞ്ഞത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി ചേർന്ന് നിൽക്കുന്ന സിനിമയാണ്. മതേതര ഒരു തലമുറയ്ക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്. സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ട സിനിമയല്ല ഇത്. ജനങ്ങൾ കാണേണ്ട സിനിമയാണെന്നാണ് കോടതി പറഞ്ഞത്. അതുപോലെ തന്നെ സെൻസർ ബോർഡിനെതിരെ കോടതി പറഞ്ഞത് ഈ സർട്ടിഫിക്കേഷൻ ആയാലും U ആയാലും അണ്ടർ 16 ആണെങ്കിലും എല്ലാം
സർട്ടിഫിക്കേഷൻ്റെ പരിധി നിർണ്ണയിക്കുന്ന സെൻസർ ബോർഡാണ്. ഒരു സിനിമ പ്രദർശിപ്പിക്കണോ വേണ്ടേ എന്ന് വരെ നിർണ്ണയിക്കാനുള്ള അധികാരം സെൻസർ ബോർഡുണ്ട്. പക്ഷേ ആ അധികാരം ഒരിക്കലും ഒരു ഇഷ്ടത്തിനോ ഒരു മതത്തിനോ ഒരു രാഷ്ട്രീയത്തിനും അവരുടെ ഒരു വകമാറ്റൽ രീതിയിൽ ആ അധികാരം ദുരുപയോഗം ചെയ്യരുത് എന്ന താക്കീത് കൂടി ഈ ഓർഡറിലുണ്ട്. അതായത് നാളെ സിനിമ എടുക്കുന്ന ഒരു കലാകാരനും അല്ലെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയൊരു ഓർഡറാണ് ഇവിടെ ഇന്നലെ പുറപ്പെടുവിച്ചത്. പക്ഷെ ആ ഓർഡറിൻ്റെ ഒരു പൂർണ്ണതയിലോട്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ കോടതി പറഞ്ഞതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ മ്യൂട്ട് ചെയ്യേണ്ടതും ഗണപതി വട്ടം, രാഗി, ബീഫ് ബിരിയാണി ഇതൊന്നും കോടതി പറഞ്ഞതല്ല. ഇത് കോടതിക്ക് മുൻപാകെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പെറ്റീഷനിൽ ഞങ്ങൾ അഭിഭാഷകൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്വയം ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് 5ഉം 6ഉം പാരഗ്രാഫ് ഞങ്ങൾ ഒഴിവാക്കാം എന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് ചെറിയൊരു പിഴവ്, ഒരിക്കലും പിഴവുമല്ല, അത് കോടതിയുടെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് വാദിച്ചപ്പോൾ അത് ഒഴിവാക്കാമെന്ന് സമ്മതിച്ചതായി കോടതിക്ക് ബോധ്യപ്പെട്ടു. ശരിക്കും അഡ്വക്കേറ്റ് പറഞ്ഞത് 5ഉം 6ഉം പുനഃപരിശോധിക്കാം, അതിൽ ഗണപതി ധ്വജപ്രണാമം എന്നുള്ള വാക്ക് ഞങ്ങളെ കഥയുമായി ചേർന്ന് നിൽക്കുന്നതല്ല, ഞങ്ങൾ അഡീഷണൽ ഉപയോഗിച്ചതാണ്, അത് വേണമെങ്കിൽ മാറ്റാം എന്നാണ് ആദ്യത്തെ ഇതിൽ പറഞ്ഞത്. പക്ഷെ ആ ധ്വജപ്രണാമം എന്നുള്ള വാക്ക് 6ാമത്തെ പാരഗ്രാഫിൽ വരുന്നതാണ്. അപ്പോൾ കോടതിയുടെ വ്യക്തമായിട്ട് അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തതിൽ പരാജയപ്പെട്ടതുകൊണ്ട് കോടതി വിചാരിച്ച 6ാമത്തെ പാരഗ്രാഫ് മുഴുവൻ മാറ്റാം. എന്നാൽ പോലും കോടതി അത് മാറ്റണമെന്ന് ഉത്തരവ് പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞത് കക്ഷികൾ തീരുമാനമെടുത്തതായതുകൊണ്ട് അതിന്റെ മെറിറ്റിലോട്ട് കോടതി കടക്കുന്നില്ല. അപ്പോഴും കോടതി അത് മാറ്റാതെ ഇത് പൂർണ്ണമായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഈ ഓർഡറിനെ. കോടതി പറഞ്ഞു, ഒരിക്കലും കോടതി എങ്ങനെ ബീഫ് ബിരിയാണി കട്ട് ചെയ്യണമെന്ന് പറയാം? ഇവിടെ ബീഫ് നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും കോടതി പറയില്ല. അങ്ങനത്തെ ഒരു വിഷയം ഉന്നയിച്ചാൽ പോലും ആദ്യം അതിനെ പ്രതിപാദിച്ചൊരു ഓർഡർ ഇറക്കേണ്ടത് കോടതിയാണ്. പക്ഷെ കക്ഷികളായിട്ടുള്ള ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചാൽ ഞങ്ങളുടെ സിനിമയിൽ അത് വേണ്ട എന്ന് പറഞ്ഞാൽ കോടതി പറയാൻ പറ്റില്ലല്ലോ അത് വെക്കണം എന്നുള്ളത്. അതാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ ആ ഒരു തെറ്റിദ്ധാരണ വീണ്ടും കോടതിയെ സമീപിച്ച് മാറ്റുന്നുണ്ട് 100%. കാരണം നമ്മൾ വെച്ചതിന്റെ ഒരു പേപ്പർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഞങ്ങളുടെ ഭാഗത്ത്, കാരണം ഞങ്ങൾ ഡയറക്റ്റ് അല്ലല്ലോ, ഞങ്ങളുടെ ഗ്യാപ്പിൽ ഒരു പേഴ്സൺ വേറെ അഡ്വക്കേറ്റിന് ഞങ്ങൾ കൊടുക്കുന്ന മൊഴി അവർ എങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നു എന്നുള്ള അത് നമുക്ക് ഈ ഓർഡർ വരുമ്പോഴാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്. ഞങ്ങൾ ഷോക്കായി പോയി. കാരണം ഞങ്ങൾ ഒരിക്കലും ഈ നിയമ പോരാട്ടം ഇത്ര ദിവസം ഞങ്ങൾ കോടതി കയറി ഇറങ്ങിയതും ഞങ്ങൾ പ്രൊഡ്യൂസറായാലും എല്ലാം ഇത്ര ദിവസം ഈ സാമ്പത്തികമായിട്ട് മുടങ്ങിക്കിടന്നിട്ട് പോലും ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റും വഴങ്ങാതെ അല്ലെങ്കിൽ ഒരു ഭീഷണിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാലിശമായിട്ടുള്ള ചോദ്യങ്ങൾക്കോ ഈ അവരുടെ ഇംപ്ലീഡ് പെറ്റീഷനുകൾക്കോ ഒന്നും വഴങ്ങാതെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഞങ്ങളുടെ നിയമപോരാട്ടം ഞങ്ങൾ ഒരു സിനിമയെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല, ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടില്ല. വരുന്ന യുവതലമുറക്ക് നല്ല മെസ്സേജ് കൊടുത്തൊരു സിനിമയാണ്. ഞങ്ങളുടെ ബോധ്യം ഞങ്ങളുടെ മനസ്സിലുള്ളത്തോളം കാലം ഞങ്ങൾ ഒരു സീൻ പോലും ഇതിൽ ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ല. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഞങ്ങൾ അപേക്ഷ സമർപ്പിക്കും. കോടതി ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കും. കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല ഈ തെറ്റുണ്ടായിട്ടുള്ളൂ. ഇനി ഉണ്ടായെങ്കിൽ പോലും ഞങ്ങൾ നിരൂപാധികം മാപ്പ് ചോദിച്ചുകൊണ്ട് ഞങ്ങളൊരു അപേക്ഷ സമർപ്പിക്കും. കോടതി അത് ഒരു വിചാരണക്കല്ലോ പുനർനിർണയത്തിനോ വെക്കാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ മറ്റ് റീ എഡിറ്റിംഗിൽ ഒന്നും തന്നെ തയ്യാറല്ല. ഒരിക്കലുമല്ല. കാരണം കോടതി ഉത്തരവായിട്ട് പറഞ്ഞിട്ടില്ല. കോടതിക്ക് അത് മോശമായിട്ട് കോടതി പറയാണ് ഇന്ന സീൻ വളരെ മോശമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് മാറ്റാൻ തയ്യാറാണ്. കാരണം ഇവിടെ കോടതിക്ക് അതീതമല്ല ഞങ്ങളാരും. കോടതി പറഞ്ഞ് നമ്മളിവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നത് നമ്മളൊരു പൗരന്റെ ഒരു അടിസ്ഥാന ഇതാണ്. അപ്പൊ ഇനി എന്നായിരിക്കും റീസെൻസറിങ്ങിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ആയിരിക്കും? ഇല്ല, ഞങ്ങൾ കോടതിയിൽ ആദ്യം ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഞങ്ങൾ ഇന്ന് ബോധിപ്പിക്കും. അതിനുശേഷം കോടതി അത് പരിഗണിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള നിയമ നടപടി. അപ്പൊ സിനിമ എന്നായിരിക്കും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന്? സിനിമ ഇനിയിപ്പോ ഇതിന്റെ ഒന്നുകൂടി ഒരു ഘട്ടം കൂടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. എല്ലാം സ്പീഡായിട്ട് വരികയാണെങ്കിൽ ഡിസംബറിലുണ്ടായിരിക്കും. ഏതായാലും ചിത്രത്തിന്റെ സംവിധായകനാണ് പ്രതികരിച്ചത്. ഇന്നലെ കോടതിയുടെ ഉത്തരവ് പകർപ്പ് പുറത്തു വന്നപ്പോൾ അതിൽ ചില ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. അത് അഭിഭാഷകൻ പറഞ്ഞതിലുള്ള ഒരു പിഴയായി മാത്രമാണ് അണിയറ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനപ്പുറത്തേക്ക് വീണ്ടും കോടതിയെ സമീപിച്ച് ഒരു ഭാഗവും കട്ട് ചെയ്യാതെ രീതിയിൽ തന്നെ ചിത്രം പുറത്തിറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോഴുമുള്ളത്. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.
ശിശുദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പ്രത്യേക സംവാദം സംഘടിപ്പിച്ച യുവസംരംഭമായ ചാർജ് മോഡ്. കേരളത്തിൽ ഉടനീളം ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ള ചാർജ് മോഡ് യുവതലമുറയ്ക്കായി പരിസ്ഥിതിയോട് ഇണങ്ങി നിൽക്കാനുള്ള വാതിൽ തുറന്നിടുകയാണ്. നിസാമിയ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ചാർജ് മോഡിന്റെ കഴക്കൂട്ടത്തെ കോർപ്പറേറ്റ് ഓഫീസ് സന്ദർശിക്കുകയും ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ചാർജ് മോഡ് അധികൃതരുമായി സംവദിക്കുകയും ചെയ്തു. ചാർജ് മോഡ് ചേട്ടൻ എക്സ്പീരിയൻസ് അവര് കസ്റ്റമേഴ്സിന് വേണ്ടി ചേഞ്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്യൂച്ചറിനായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാനും നമുക്ക് ഇതിൽ കൂടെ പറ്റി. ഇവിടുത്തെ സ്റ്റാഫ്സും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തിരുവനന്തപുരം ആര്യനാട് കോൺഗ്രസ് BJP പ്രവർത്തകർ CPM-ലേക്ക്. കോൺഗ്രസ് നേതാക്കളായ വണ്ടക്കൽ അജി, സുധീഷ്, BJP പ്രവർത്തകൻ ഷിബു എന്നിവരാണ് CPM-ൽ ചേർന്നത്. MLA G. സ്റ്റീഫൻ പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ചടങ്ങിൽ CPM നേതാക്കളായ ജയചന്ദ്രൻ, MA കാസിം, ഷിനു രാജപ്പൻ, ഷാജി മോതിരപ്പള്ളി, ധനേഷ്, മുരുകൻ, രതീഷ്, നിഷാന്ത് എന്നിവർ പങ്കെടുത്തു. കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നോട് ഇടഞ്ഞ NCP. സീറ്റുകൾ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തനിച്ച് മത്സരിക്കാനാണ് തീരുമാനം. LDF പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും NCP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നണി മര്യാദ അട്ടിമറിച്ച് CPM നേതൃത്വം സീറ്റുകൾ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ NCP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് ചേർന്ന പാർട്ടി ജില്ലാ ഭാരവാഹികളുടെ അടിയന്തര യോഗത്തിലാണ് തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത്. ദേശീയ സംസ്ഥാന നേതാക്കളുടെ അറിവോടെയാണ് കടുത്ത നടപടിയിലേക്ക് നേതൃത്വം കടന്നത്. ജില്ലാ പഞ്ചായത്തിൽ പുതുതായി രൂപീകരിച്ച ബേക്കൽ ഡിവിഷനിലും പിലിക്കോട് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ നിർത്തും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും മംഗൽപാടി, കുമ്പള, എൺമകജെ, മുളിയാർ, കാറടുക്ക, പിലിക്കോട്, ചെറുപത്തൂർ, കോടോമ്പേളൂർ, കിനാനൂർ, കരിന്തളം, പനത്തടി തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലും സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കണം എന്നാണ് ജില്ലാ കമ്മിറ്റി പൊതുവായി ഉയർന്നു വരുന്ന. ഇന്നിപ്പോ നമ്മുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗമാണ് നടക്കുന്നത്. നഗരസഭയിൽ 4 വാർഡുകളിൽ മത്സരിക്കണം എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ കിളിക്കോട് ഡിവിഷൻ അവിടെയും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ പിലിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും മത്സരിക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന LDF ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടതും മുമ്പ് ധാരണയിലെത്തിയതുമായ സീറ്റുകൾ പോലും തരാൻ കഴിയില്ലെന്ന നിലപാടാണ് CPM സ്വീകരിച്ചതെന്ന് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. ഇടതുമുന്നണി തോൽക്കുന്ന സീറ്റുകൾ പോലും വിട്ടുതരില്ലെന്ന നിഷേധാത്മകമായ നിലപാടാണ് മുന്നണി യോഗത്തിൽ എടുത്തതെന്നാണ് ആരോപണം. ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ LDF പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. UDF-ന്റെ കോട്ടയായ ജില്ലാ പഞ്ചായത്ത് നാദാപുരം ഡിവിഷൻ പിടിക്കാൻ ഇത്തവണ CPM നിയോഗിച്ചിരിക്കുന്നത് SFI കേന്ദ്ര കമ്മിറ്റി അംഗമായ PP താജുദ്ദീനെയാണ്. ലീഗ് നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള കോളേജിൽ ആരംഭിച്ച പോരാട്ടം ലീഗ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ CPM ജില്ലാ പഞ്ചായത്തിലേക്കും മറ്റും യുവതലമുറയിൽപ്പെട്ട ആളുകൾക്ക് വലിയ അവസരം നൽകിയിരിക്കുന്നു. നമുക്കൊപ്പമുള്ളത് താജുദ്ദീനാണ്. SFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു, പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് വളരെ ചെറിയ സമയത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ തന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അതെ, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പാർട്ടി ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് പൊതു പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പം അതിനുശേഷം ഓരോ ചുമതലയാണ് പാർട്ടി കമ്മിറ്റികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. വലിയൊരു ഉത്തരവാദിത്തമായി ഈ ചെറിയ പ്രായത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് നാദാപുരം ഡിവിഷനിലാണ് ഇത്തവണ ജനവിധി തേടുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് എന്തായാലും തന്നെയായിരുന്നു. ഈ നാദാപുരം ലീഗിന്റെ സീറ്റാണ്.
കാര്യമായ ഭൂരിപക്ഷമുള്ള സീറ്റാണ്. അവിടെ ഒരു പോരാടി ജയിക്കാൻ തന്നെയാണ് പാർട്ടി വിടുന്നത്. അതെ, അത് എൻ്റെ പ്രായവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും എല്ലാം അതിനൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റിംഗ് സീറ്റ് എന്നുള്ളതല്ല, ഞങ്ങൾക്ക് എല്ലാ നിലയിലും ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നവംബർ 1 പ്രഖ്യാപനം ഉൾപ്പെടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് മാത്രമല്ല പൊതുവിൽ എല്ലാ ആളുകൾക്കും ഇടതുപക്ഷത്തെ സ്വീകരിക്കാനും ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തിൽ വോട്ട് നൽകി ജയിപ്പിക്കാനുള്ള ഒരു പൊതുവായ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ട്. നാദാപുരം ഡിവിഷനിലും ഞങ്ങൾ ആ പ്രതീക്ഷ തന്നെയാണ് പാർട്ടിയും മുന്നണിയും എല്ലാം പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ആദ്യ തെരഞ്ഞെടുപ്പാണ്. നേരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സിൻഡിക്കേറ്റിലും സെനറ്റിലുമെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി മത്സരിച്ച് ജയിച്ചു വന്നിട്ടുണ്ട്. ഇത് ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്, പൊതു തെരഞ്ഞെടുപ്പാണ്. അതിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നതാണ്. എങ്ങനെയാണ് ഈ കോട്ട പൊളിക്കാൻ ഉള്ള സ്ട്രാറ്റജി എന്താണ്? അത് കുറച്ച് നാളുകളായി അവർക്കൊരു മേധാവിത്വമുള്ള സ്ഥലമാണല്ലോ, പാർട്ടി അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ നിയോഗിച്ചിരിക്കുന്നത് ആ കോട്ട പൊളിച്ച് കയറുക എന്ന? അതെ, നേരത്തെ ഞാൻ എൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് നാദാപുരത്ത് വെച്ചാണ്. അപ്പോൾ നാദാപുരത്തെ അവിടുത്തെ ഒരു മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് അന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് മത്സരിച്ചു. അത് വിജയിക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ അന്ന് മുതൽ ഉള്ള SFIയുടെ നാദാപുരം ഏരിയ സെക്രട്ടറിയായും പിന്നീട് ജില്ലാ ലീഡർഷിപ്പിലേക്കും സംസ്ഥാന ലീഡർഷിപ്പിലേക്കും എല്ലാം പോകാനുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത് നാദാപുരത്ത് പ്രവർത്തിച്ച ഒരു സംഘടനാ പ്രവർത്തനമാണ്. അപ്പം അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേന്ദ്രീകരിച്ച് ഇടപെട്ട ഒരു മേഖല എന്നുള്ള നിലയിൽ വിജയിച്ചു വരാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ആ പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നാദാപുരത്ത് നേരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയപ്പോഴും കോളേജിൽ പഠിച്ച സംഘടനാ തെരഞ്ഞെടുപ്പിലും എല്ലാം ആ ഒരു ആത്മവിശ്വാസമാണ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു കോട്ട എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ നാദാപുരത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും നമുക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഈ സാധാരണഗതിയിൽ ഈ പ്രതിപക്ഷത്തുള്ളപ്പോഴാണ് യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഒക്കെ കൂടുതൽ സമരവും പ്രക്ഷോഭവും ഒക്കെ നടത്താൻ പറ്റുക. പക്ഷേ നിങ്ങളുടെ സർക്കാരാണ് കഴിഞ്ഞ 9 വർഷമായി ഭരിക്കുന്നതെങ്കിൽ പോലും ഒരുപാട് പോരാട്ടങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഗവർണർക്കെതിരായ സമരവും ഇപ്പോഴും ഞങ്ങൾ സമരമുഖത്താണ്. ഞങ്ങൾ അങ്ങനെ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ നോക്കി ഭരണവിലാസം നോക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ സഭ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വലിയ സമരമാണ് കേരള VCക്കെതിരായി നടക്കുന്നത്. ഇവിടെ കോഴിക്കോടും വലിയ സമര കേന്ദ്രമായി നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ അത് ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കാലയളവിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായി ചില താൽക്കാലിക വൈസ് ചാൻസലർമാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെല്ലാം എതിരായി ശക്തമായ പ്രതിഷേധ രംഗത്ത് തന്നെയാണ് SFI ഉള്ളത്. പ്രതിഷേധ സമരങ്ങൾ അതിനിടയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ സമര ചോർച്ചയൊന്നും നമുക്കില്ല, നല്ല സമരം തന്നെ ഇതിനിടയിൽ നടത്തുന്നുണ്ട്. നല്ല രൂപത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്നതും നല്ല നിലയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. വലിയ ആധിപത്യമുള്ള സ്ഥലമാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. പ്രത്യേകിച്ചും വലിയ ഭൂരിപക്ഷത്തിലാണ് ഭരണം കഴിഞ്ഞ തവണ നടത്തിയിരുന്നത്. അപ്പം ഇത്തവണയും കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഇത്തവണ UDFന്റെ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് പോലും പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്ന ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ പങ്കുവച്ചത്. അത് ആ നിലയിൽ സിറ്റിംഗ് സീറ്റ് എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് സീറ്റുകൾ വർദ്ധിപ്പിച്ച് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ വികസനത്തിനും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനത്തിനുമെല്ലാം കോഴിക്കോട് ജില്ലയിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ളതാണ്. എന്തായാലും കോഴിക്കോട്ടെ SFIയുടെ സമരമുഖങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു താജുദ്ദീൻ. ലീഗ് കോട്ടയിലേക്കാണ് അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നത്. വലിയ പോരാട്ടത്തിലൂടെ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് നാദാപുരത്തേക്ക് പോകുമ്പോൾ താജുദ്ദീനുള്ളത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.